അങ്ങനെ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ ജിൻഡോയുടെ ടീം പവർ ടീമായി മാറിയിരിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. 3 വ്യത്യസ്ത തരത്തിലുള്ള മത്സരങ്ങൾ നൽകി അതിൽ വിജയം വരിച്ച് ജിൻഡോയുടെ ടീം പവർ ടീമായിട്ട് മാറുന്നൊരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കാണാൻ ആയിട്ട് സാധിച്ചത്. ആദ്യത്തെ മത്സരം എന്നുള്ള നിലയ്ക്ക് അർജുനാണ് ജിൻഡോയുടെ ടീമിനെ റെപ്രസെൻ്റ് ചെയ്ത് വന്നത്. ഈ മത്സരം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടേബിളിൽ കുറേ ഹോളുകൾ ഉണ്ടായിരിക്കും. ചെറിയ കുറച്ച് ബോളുകൾ ഈ മത്സരാർത്ഥികൾക്ക് നൽകുകയും ചെയ്യും. എല്ലാവർക്കും മത്സരിക്കാൻ പറ്റില്ല, ഒരു ടീമിൽ നിന്ന് ഒരാളെ വരാൻ പാടുള്ളൂ. അപ്പോൾ നിലവിലുള്ള ജിൻഡോയുടെ ടീമും പവർ ടീമും തമ്മിലായിരുന്നു മത്സരം ഉണ്ടായിരുന്നത്. ജിൻഡോയുടെ ടീമിൽ അർജുൻ വന്ന് കളിച്ചു. പവർ ടീമിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിലവിലുള്ള പവർ ടീമിന് വേണ്ടിയിട്ട് റസ്മിനാണ് വന്നിരുന്നത്. ഇതിൻ്റെ മത്സരത്തിൽ ഒരു ടേബിളിൽ ബോളുകൾ ഒരു നിശ്ചിത ഡിസ്റ്റൻസിൽ നിന്ന് ഉരുട്ടിവിട്ട് ആ കുഴികളിലേക്ക് ഫിൽ ചെയ്യുന്ന, ആരാദ്യം ഫിൽ ചെയ്യുന്നു അവർ ജയിക്കുന്നു. അതായിരുന്നു മത്സരം. റസ്മിൻ മനോഹരമായിട്ട് കളി തുടങ്ങുകയും അവർ ഒരു ബോൾ ഒഴിച്ച് ബാക്കി എല്ലാ ബോളുകളും കൃത്യമായി ആ കുഴികളിൽ ഇടുകയും ചെയ്തു. പക്ഷേ അവസാനത്തെ ബോൾ കാണാതെ പോവുകയും, ഈ നമ്മൾ ബോൾ ഉരുട്ടുമ്പോൾ എല്ലാ ബോളുകളും അതിൽ വീഴണമെന്നില്ല, ചില ബോളുകൾ താഴേക്ക് വീഴും. അങ്ങനെയുള്ള ഒരു ബോൾ അദ്ദേഹത്തിന് അവസാനം തിരയാൻ ശ്രമിച്ചപ്പോൾ കിട്ടിയില്ല കൃത്യസമയത്ത്. ഈ സമയത്തിനുള്ളിൽ ആ സമയം കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് അർജുൻ എന്നുള്ള പ്ലെയർ, അല്ലെങ്കിൽ ജിൻഡപ്പൻ്റെ ടീമിലെ പ്ലെയർ ഗംഭീരമായിട്ട് ആ ഗെയിം ഫിനിഷ് ചെയ്യുകയും അങ്ങനെ ജിൻഡോയുടെ ടീം ഫസ്റ്റ് വിജയം കൊയ്യുകയും ചെയ്തു. പിന്നെ അടുത്ത മത്സരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടയർ, അതും ഒരു നിശ്ചിത അകലത്തിൽ നിന്ന് ഉരുട്ടി കുറച്ച് ബോട്ടിലുകൾ വെച്ചിട്ടുണ്ടാവും. ആ ബോട്ടിലുകൾ തട്ടി വീഴ്ത്തണം. അതായിരുന്നു അടുത്ത മത്സരം. ജിൻഡോയാണ് ഇപ്രാവശ്യം അവരുടെ ടീമിന് വേണ്ടി മത്സരിക്കാൻ വന്നത്. അപ്പുറത്ത് നിലവിലുള്ള പവർ ടീമിന് വേണ്ടി മത്സരിക്കാൻ വന്നത് ശ്രീ അഭിഷേക്. ജിൻഡോയേക്കാൾ മുന്നേ അതിവേഗത്തിൽ അഭിഷേക് കളി ഫിനിഷ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ അതിനാൽ രണ്ടാമത്തെ മത്സരം ജിൻഡോയുടെ ടീമിന് കൈവിട്ടു പോയി. പിന്നീട് ആവേശോജ്വലമായ മൂന്നാമത്തെ മത്സരമാണ് വന്നത്. മൂന്നാമത്തെ മത്സരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആളിരിപ്പുണ്ടാവും, ഒരു ബാറ്റും കൈപിടിച്ച് ഒരാളുടെ പ്രതിമ. ആ പ്രതിമ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. കറങ്ങുന്നതിനനുസരിച്ച് ഈ ബാറ്റിംഗ് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. ആ ബാസ്ക്കറ്റിൽ നമ്മൾ ഒരു നിശ്ചിത അകലത്ത് നിന്ന് ബോളുകൾ ഉരുട്ടിയ ബാസ്ക്കറ്റിലേക്ക് ഇടണം. ആ ബോളുകൾ ഉരുട്ടുന്ന സമയത്ത് ഈ ബാറ്റുമായി ഈ പ്രതിമ തിരിഞ്ഞുകൊണ്ടേയിരിക്കും. ആ ബാറ്റിൽ തട്ടി ബോള് തെറിച്ച് പുറത്തോട്ട് പോകും. നമ്മുടെ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഇയാളുടെ ബാറ്റിൽ കൊള്ളാതെ ആ ബോളുകൾ ആ ബാസ്ക്കറ്റിൽ നിക്ഷേപിക്കണം. നിലവിലുള്ള പവർ ടീമിനെ റെപ്രസെൻറ്റ് ചെയ്തു കൊണ്ടുവന്നത് നോറയാണ്. നോറ ഒരു 4 ബോളോളം കൃത്യമായി ഇടുകയും, പിന്നീട് ജിൻഡോയുടെ ടീമിനെ കളിക്കാനായിട്ട് ശ്രീതു വന്നു. ശ്രീതു കൃത്യമായിട്ട് 5-6 ബോളുകൾ ആ ബാസ്ക്കറ്റിലിട്ട് പവർ ടീമിൻ്റെ അധികാരം പിടിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇനി ജിൻഡോയുടെ ടീം വന്നു കഴിഞ്ഞാൽ പവർ ടീം എന്താകും, തകർക്കുമോ എന്നുള്ളത് വരും മണിക്കൂറുകളിൽ നമ്മൾ കണ്ട് തന്നെ ബോധ്യപ്പെടണം. എന്തായാലും ഗംഭീര പോരാട്ടമായിരുന്നു കഴിഞ്ഞ ദിവസം കാഴ്ചവെച്ചത്. ജിൻഡോയ്ക്കും ടീമിനും അഭിനന്ദനങ്ങൾ.